ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 7 ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള സ്പെഷ്യൽ കേസസിൽ വരുന്ന ക്യാപിറ്റൽ ബജറ്റിംഗ് അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഇതെന്താണെന്നും റേഷനിങ് എന്നുള്ളതിനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് അണ്ടർ ക്യാപിറ്റൽ റേഷനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സിൽ വരുന്നതല്ല. ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സിൽ 6 വരുന്നത്. ഏതൊക്കെയാണ്? നമ്മുടെ സാധാ പേ ബാക്ക് പീരീഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, അതുപോലെ തന്നെ ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്, NPV, IRR, മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, MIRR. ഇത്ര ഐറ്റംസ് ആണ് എന്ത് വരുന്നത്, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സിൽ വരുന്നത്. അതായത് അത് നമ്മളൊരു ക്യാഷ് ഫ്ലോനെ നമ്മളെങ്ങനെ, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ബജറ്റിങ്ങിന് വേണ്ടി ഒരു അസറ്റ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കാൻ വേണ്ടി ഡിസിഷൻ എടുക്കാൻ ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്ത്, ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ക്യാഷ് ഫ്ലോസ്, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് നമ്മൾ ഏത് രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ള ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ടാണ് എന്ത് ആ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്കല്ല, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കേസാണ്. അതായത് നമ്മളങ്ങനെ ക്യാപിറ്റൽ ബജറ്റിംഗ് ആയിട്ട് നോർമലി നമ്മൾ ആ ക്യാപിറ്റൽ ബജറ്റിംഗ് ടെക്നിക്സ് വെച്ച് ചെയ്യുകയാണെങ്കിലും ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ക്യാപിറ്റൽ റേഷനിങ് എന്നതിലേക്ക് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ നമുക്കിത് പറഞ്ഞുകൊണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. Capital rationing refers to selection of projects in situation where resources capital are limited. Not all positive NPV projects can be resources are limited. റിസോഴ്സസ് ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പിന്നെ ഏത് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ഉണ്ടാവും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു 10 lakh ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ഈ 10 lakh എനിക്ക് എൻ്റെ കയ്യിൽ 10 lakh ഉള്ളൂ. എൻ്റെ കയ്യിൽ 2 പ്രൊജക്ട്സ് ഉണ്ട്. ഒന്ന് ഒരു 5 lakhൻ്റെ ഒരു പ്രൊജക്റ്റും ഉണ്ട്, ഒരു 7 lakhൻ്റെ ഒരു പ്രൊജക്റ്റും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ 2 പ്രൊജക്റ്റാണ് എനിക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2 പ്രൊജക്റ്റിൽ എൻ്റെ കയ്യിൽ ആകെ 10 lakh ഉള്ളൂ. എനിക്ക് ഇത് രണ്ടും വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര വേണം? 12 lakh വേണം. എന്ത്, എൻ്റെ ക്യാപിറ്റൽ വേണം. പക്ഷെ എൻ്റെ കയ്യിലുള്ളത് വെറും 10 lakh മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു കേസാണ് എന്തെന്ന് പറയുന്നത് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, പക്ഷെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ കയ്യിൽ റിസോഴ്സിനേക്കാളും കുറച്ചുകൂടി അധികമാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ 2 കേസസാണ് ഇവിടെ വരിക. അതായത് എനിക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ 5 lakhലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള എത്ര ഉണ്ട്, ബാക്കി 5 lakh എനിക്കിവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എല്ലാ പ്രൊജക്ട്സിലും നമുക്ക് അങ്ങനെ പറ്റില്ല. ചില പ്രൊജക്ട്സ് എന്താണെന്ന് വെച്ചാൽ ഡിവിസിബിൾ പ്രൊജക്ട്സും ഉണ്ട്, ഇൻഡിവിസിബിൾ പ്രൊജക്ട്സും ഉണ്ട്. അതായത് ഡിവിസിബിൾ എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടായിട്ട് ഇപ്പം ഒരു പ്രൊജക്റ്റിലേക്ക് ഞാനൊരു 5 ലക്ഷം ഇട്ടു, ബാക്കി ഒരു 2 ലക്ഷം വേറെ ആരെങ്കിലും ഇടും. അങ്ങനത്തെ പ്രൊജക്ട്സ് ഉണ്ടാവും. ചിലപ്പോൾ എന്തുണ്ടാവും, ഒരാൾക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് ഒരാൾ മിനിമം ഇത്ര എടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്രൊജക്ട്സും ഉണ്ടാവും. അപ്പം അത് ഏത് പ്രൊജക്റ്റാണെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഡിസിഷൻ മാറുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ സംഭവം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത് ഈ റിസോഴ്സസ് ലിമിറ്റഡ് ആയിരിക്കും, നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ റേഷനിങ്ങിലൂടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദർ ആർ 2 types, 2 ടൈപ്പാണുള്ളത്. പ്രൊജക്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആൻഡ് ആർ ഡിവിസിബിൾ ഇൻ നേച്ചർ. അതായത് പ്രൊജക്ട്സ് ഇൻഡിപെൻഡൻ്റ് ആണ്, ഓരോരോ പ്രൊജക്ട്സ് ഇതുപോലത്തെ പ്രൊജക്ട്സ് ആണ്. അതുപോലെ തന്നെ ഡിവിസിബിൾ ഇൻ നേച്ചർ. ഡിവിസിബിൾ ഇൻ നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഈ 7 lakhൻ്റെ കേസ് പറഞ്ഞല്ലേ, അത് എനിക്ക് ഇപ്പോൾ ഈ 7 lakhലേക്ക് 5 lakh ഇൻവെസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള എൻ്റെ കയ്യിൽ ഞാൻ ഒരു 5 lakh എന്ത് ചെയ്തു, ആദ്യത്തെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ബാക്കി എൻ്റെ കയ്യിൽ 5 lakh ഉണ്ട്. ആ 5 lakh എനിക്ക് 7 lakhൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന കേസാണ് എന്തെന്ന് പറയുന്നത് ഡിവിസിബിൾ നേച്ചർ എന്ന് പറയുന്നത്. അതായത് ആ പ്രൊജക്റ്റിലേക്ക് നമുക്കൊരു ഇപ്പം ആ ഫുൾ എമൗണ്ട് ഇടണ്ട, അതിൻ്റെ ഒരു പാർട്ട്ലി എമൗണ്ട് ഇട്ടാലും ആ പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലുള്ളതാണ് ഡിവിസിബിൾ പ്രൊജക്ട്സ് എന്ന് പറയുന്നത്.
In such a situation, NPV rule should be modified and projects should be ranked on basis of NPV per P of capital method. PI പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ പ്രൊജക്ട്സിനെ റാങ്ക് ചെയ്യണം. അതായത് റാങ്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ 5 lakh ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് പ്രൊജക്റ്റിൽ നിന്ന് ഒരു 20,000 കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഈ 7 lakh ഇൻവെസ്റ്റ് ചെയ്ത പ്രൊജക്റ്റിൽ നിന്ന് എനിക്കൊരു 25,000 കിട്ടും എന്ന് വിചാരിച്ചോളൂ. അപ്പം NPV ആണിത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചാൽ NPV വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ കൂടുതൽ കിട്ടുന്നത് ആർക്കാണ്? 25,000 7 lakh ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാണ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എന്താണ് വരിക? NPVൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? 20,000 NPV ഉണ്ടെങ്കിൽ 5 lakh ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 5,20,000 ആയിരിക്കും എന്ത് എൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ. 5,20,000 ഡിവൈഡഡ് ബൈ 5 lakh എത്രയാണ് വരുന്നത്? 5,20,000 ഡിവൈഡഡ് ബൈ 5 lakh ഈക്വൽ ടു 1.04 ആണ് വരുന്നത്. സെക്കൻഡ് കേസോ? സെക്കൻഡ് കേസിൽ 7,25,000 ഡിവൈഡഡ് ബൈ 7 lakh 7,25,000 ഡിവൈഡഡ് ബൈ 7 lakh എത്ര വരുന്നത്? 1.035 ആണ് വരുന്നത്. അപ്പോൾ കണ്ടോ, ഇത് നമ്മൾ NPVൻ്റെ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് ഞാൻ സെക്കൻഡ് പ്രൊജക്റ്റിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ എന്ത് ചെയ്യുക? 5 lakhൻ്റെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ഡിസിഷൻ എടുക്കുക. അപ്പം നമുക്ക് എന്താണ് വേണ്ടത്? ഈ 10 lakhനെ കൊണ്ട് മാക്സിമം നമുക്ക് എന്ത് കിട്ടണം? റിട്ടേൺ കിട്ടണം. അത്രയേ ഉള്ളൂ നമ്മളെ ഉദ്ദേശം. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ NPV വെച്ചാണ് മാത്രമാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ 25,000 ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ 25,000 NPV ഉള്ള പ്രൊജക്റ്റിലേക്ക് അതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള 3 lakh ഞാൻ എന്ത് ചെയ്യും? 5 lakhൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിട്ടേൺ എനിക്ക് കിട്ടുകയും ചെയ്യും. അതായത് ഞാൻ ഇപ്പോൾ 5 lakhൻ്റെ പ്രൊജക്റ്റിൽ 20,000 NPV കിട്ടുന്നിടത്ത് ഞാൻ ഒരു 3 lakh ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആ 20,000 ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 3 lakh എന്നുള്ള റേറ്റിൽ എന്ത് കിട്ടും? എനിക്ക് റിട്ടേൺ കിട്ടും. അതായത് 20,000 ഡിവൈഡഡ് ബൈ 5 lakh ഇൻറ്റു 3 lakh ഈക്വൽ ടു എത്ര വരും? 12,000. ഒരു 12,000 എന്ത് കിട്ടും? എനിക്കിവിടെ റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പം ഈ 7 lakhൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് റിട്ടേൺ കിട്ടുക. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ NPV വെച്ചാണ് ഞാൻ നോക്കിയത് വെച്ചാൽ 7 lakhൻ്റെ ഇതിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ആദ്യം ഡിവിസിബിൾ പ്രൊജക്ട്സ് ആണെങ്കിൽ ഇഫ് യു ഹാവ് എ 10 lakh rupees ആൻഡ് 3 projects വിത്ത് കോസ്റ്റ്. ആദ്യത്തെ പ്രൊജക്റ്റ് 2 lakh ഉണ്ട്, സെക്കൻഡ് പ്രൊജക്റ്റ് 5 lakh ഉണ്ട്, തേർഡ് പ്രൊജക്റ്റ് 6 lakh ഉണ്ട്. ഇൻഡിവിസിബിൾ പ്രൊജക്ട്സ് യു ക്യാൻ ഇൻവെസ്റ്റ് പാർഷ്യലി ഇൻ ടു പ്രൊജക്ട്സ്. പാർഷ്യലി ആയിട്ടുള്ള പ്രൊജക്ട്സിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ആദ്യം പ്രൊജക്റ്റ് 5 lakhൻ്റെ പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 2 lakhൻ്റെ പ്രൊജക്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 6 lakhൻ്റെ പ്രൊജക്റ്റിൽ നിന്ന് ഒരു 3 lakh എടുത്ത് 3 lakhൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻവെസ്റ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇറ്റ്സ് ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ പ്രൊജക്റ്റ് ഡിവിസിബിൾ അല്ലാത്ത കേസിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതാണ് നമുക്ക് നീ നോക്കേണ്ടത്. ഡിവിസിബിൾ ആയ കേസിൽ നമുക്ക് എന്താണ്? പാർഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് റിട്ടേൺ പാർഷ്യലി റിട്ടേണും കിട്ടും. അതായത് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് ഡിവിസിബിൾ പ്രൊജക്ട്സ്. ഇനി ഇൻഡിവിസിബിൾ ആയിട്ട് അല്ലെങ്കിൽ പ്രൊജക്ട്സ് ഡിവിസിബിൾ അല്ലാതെ നോൺ ഡിവിസിബിൾ ആയിട്ടുള്ള കേസസിൽ എന്താണ് നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കേണ്ടത്.
In such situations, projects shall be ranked on basis of absolute NPV and should be mixed up to the point available resources are exhausted. ഈ കേസിൽ നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ NPVക്ക് പകരം ഇവിടെ നോക്കേണ്ടത് ഇവിടെ നമ്മൾ NPV തന്നെയാണ് നോക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയതിനെ കൊണ്ട് ചിലപ്പോൾ എന്തുണ്ടായിക്കൊള്ളണമെന്നില്ല, വലിയ കാര്യമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ മുകളിലത്തെ ആ കേസിനെ നമുക്ക് എടുക്കാം. ഇപ്പോൾ 7 lakh ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ 5 lakh ഉണ്ട്. ഇവിടെ 5 lakhന് 20,000 ആണ് റിട്ടേൺ, ഇവിടെ 25,000 ആണ് റിട്ടേൺ. ഇപ്പം ഞാനിവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ്? 1.035 ആണ്, ഇവിടെ 1.04 ആണ് വരുന്നത്. ഇപ്പം ഞാൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയിട്ട് എൻ്റെ കയ്യിൽ എത്രയാണുള്ളത്? 10 lakh ആണ് എൻ്റെ കയ്യിൽ ഫണ്ട് ഉള്ളത്. അപ്പോൾ ഞാൻ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കിയിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവും? 5 lakh എൻ്റെ കയ്യിൽ ഐഡിയലായിട്ട് കിടക്കും. അതായത് എൻ്റെ കയ്യിൽ എനിക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു കേസിലാണെങ്കിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതായത് നമുക്ക് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏറ്റവും NPV കൂടുതലുള്ള പ്രൊജക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഈ 5 lakh നമുക്ക് വെറുതെ ഐഡിയലായിട്ട് പോകുന്നതിന് പകരം ഈ 7 lakhൻ്റെ പ്രൊജക്റ്റ് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 3 lakh ഇവിടെ ഉണ്ടാവുള്ളൂ, ബാലൻസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഐഡിയലായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാതെ പോവുള്ളൂ. അതുപോലെ തന്നെ അതിന് എത്ര കിട്ടും? 25,000 NPVയും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കേസിൽ, അതായത് ഡിവിസിബിൾ അല്ലാത്ത കേസിൽ നമ്മൾ NPVനെ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇൻ സം ക്വസ്റ്റ്യൻസ് ഈ ഡിവിസിബിൾ അല്ലാത്ത പ്രൊജക്റ്റ് ആണെങ്കിലും ബാക്കിയുള്ള നമ്മുടെ ഈ 5 lakh ഉണ്ടല്ലോ, ബാക്കിയുള്ള നമ്മുടെ ഈ 5 lakh നമുക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, അതായത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടാമെന്നുള്ള ഒരു ഓപ്ഷൻ ചില ക്വസ്റ്റ്യൻസിൽ കാണാറുണ്ട്, ചില ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ഇനി ഈ ഇതുപോലെ റിസ്ക് ഫ്രീ റേറ്റ് ഉണ്ടെങ്കിലും ചിലപ്പോൾ മിക്കവാറും കേസിൽ എന്തായിരിക്കും NPV കൂടുതലുള്ള ബാക്കി എമൗണ്ട് ഇടുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഇത് ബാങ്കിലുള്ളത് ബാങ്കിൽ നമ്മൾ ഇടുന്നത് ഏറ്റവും റിസ്ക് ഫ്രീ ആയിട്ടുള്ള റേറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിനായിരിക്കും എന്തായാലും റിട്ടേൺ കൂടുതലായിട്ടുണ്ടാവുക. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഇനി ഇൻഡിവിജ്വൽ പ്രൊജക്റ്റ് ആണെങ്കിൽ യു കനാട്ട് ഇൻവെസ്റ്റ് പാർഷ്യലി നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? പ്രൊജക്റ്റ് 1 6 lakh, പ്രൊജക്റ്റ് 2 2 lakh ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഫണ്ട് മാക്സിമം എന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ 8 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. റിമൈനിങ് കനോട്ട് ബി യൂസ്ഡ്, അതായത് റിമൈനിങ് ആയിട്ടുള്ള എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ എത്രയാണ് ഉണ്ടായിരുന്നത്? 10 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. പ്രൊജക്ട്സ് 2 lakhൻ്റെ പ്രൊജക്റ്റും 5 lakhൻ്റെ പ്രൊജക്റ്റും 6 lakhൻ്റെ പ്രൊജക്റ്റും ഇങ്ങനെ പ്രൊജക്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതൊരു കേസ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത്രയാണ് ഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റും തമ്മിലുള്ള ഡിഫറൻസസും അതുപോലെ തന്നെ എന്താണെന്നും ക്യാപിറ്റൽ റേഷനിങ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൽ ഇനിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 22. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആവും. ക്വസ്റ്റ്യൻ നോക്കാം. വെഞ്ചർ ലിമിറ്റഡ് ഹാസ് 30 lakh available for investment in capital projects. It has an option of investment in project 1, 2, 3 and 4. Each project is entirely independent and has a useful life of 5 years. 5 years useful life ഉണ്ട്. The expected project present value of cash flow is as follows. ഒരു പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ ഓരോ പ്രൊജക്ട്സ് ഉണ്ട്. ആ പ്രൊജക്ട്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം? നമ്മുടെ ഏത് പ്രൊജക്ട്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെയ്യണം. അതുപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. അഡീഷണൽ ഇൻഫർമേഷൻസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 12% ആണ്. 12% ആണ്. ഓക്കെ,
12% കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% per annum. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് 10% per annum എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതെന്തിനാ തന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ റിസ്ക് ഫ്രീ റേറ്റിൽ ഐഡിയൽ ആയിട്ടുള്ള എമൗണ്ട് ഇല്ലേ, ഐഡിയൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോകുന്ന പോലത്തെ എമൗണ്ടിനാണ് ഐഡിയൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പം ഐഡിയലായി കിടക്കുന്ന നമ്മുടെ എമൗണ്ട് ഇല്ലേ, എത്ര ഇപ്പം നമ്മൾ ഈ ഐഡിയൽ എമൗണ്ട് ഏതിലാണ് വരിക, പ്രൊജക്റ്റ് ഡിവിസിബിൾ അല്ലാത്ത കേസിൽ, നോട്ട് ഡിവിസിബിൾ കേസിലുള്ള ഐഡിയൽ എമൗണ്ട് നമ്മൾ ഈ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു അസംഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇതൊരു എക്സാം ക്വസ്റ്റ്യനോ RTP ക്വസ്റ്റ്യനാണ്, 2012 സംതിങ്ങിലുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ്, കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും ആ ഒരു റേഞ്ചിലുള്ള, അതായത് 2012 ആ ഒരു ടൈമിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ അന്നത്തെ ചെറിയൊരു മിസ്റ്റേക്ക് ICAൻ്റെ ഭാഗത്തുനിന്നുണ്ട് ഈ ആൻസറിൽ. അപ്പോൾ അത് ഞാൻ എത്തുമ്പോൾ പറയാം. പിന്നെ അതുപോലെ തന്നെ വേറെന്ത് കൊടുത്തിട്ടുണ്ട്, കമ്പ്യൂട്ടഡ് സം ഓഫ് ₹1 at 10% ഫോർ 5 years 1.611. ഇതെന്താണ് ഐറ്റം? ഇതെന്ന് പറഞ്ഞാൽ ₹1 at 10% ഫോർ 5 years എന്ന് പറയുമ്പോൾ ഇത് 1.10 raised to 5 equal to 1.611. ഇതാണ് ഈ പിന്നെ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വേർഡിങ്സിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഇതെന്തിനാണ് തന്നിട്ടുള്ളത്, നമ്മൾ ഇൻട്രസ്റ്റ് കാണൂലേ, നമ്മളിപ്പോൾ ഈ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേണിൽ കിട്ടുന്ന 10% നമ്മൾ ആ എമൗണ്ട് ഐഡിയൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഐഡിയൽ എമൗണ്ട് ഇൻറ്റു ഈ എമൗണ്ട് ചെയ്താൽ നമുക്കെന്ത് കിട്ടും, ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ റിട്ടേൺ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഓഫ് ₹1 at 12% റേറ്റ് ഫോർ ദ 5th year. 5th ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ്, ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 5th ഇയറിലുള്ള ക്യാഷ് ഫ്ലോ കിട്ടും. ഈ 5th ഇയറിലുള്ള ക്യാഷ് ഫ്ലോനെ 0th ഇയറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, 5th ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5th ഇയറിൻ്റെ ക്യാഷ് ഫ്ലോനെ 5th ഇയറിൻ്റെ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0th ഇയറിൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ഞാൻ ഒന്ന് ജസ്റ്റ് ഓർമ്മിച്ചെന്നുള്ളൂ. റിക്വയർഡ് വിച്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി അണ്ടർടേക്കൺ. 1 project are divisible, 2 project are indivisible. പ്രൊജക്റ്റ് ഡിവിസിബിളും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള കേസിൽ ഏത് പ്രൊജക്റ്റാണ് നമുക്ക് എടുക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വർക്കിംഗ് ഉണ്ടാക്കാം. വർക്കിംഗ് എന്താണ്, ആദ്യം പർട്ടിക്കുലേഴ്സ്, പിന്നെ പ്രൊജക്ട്സ്, ഓരോ പ്രൊജക്ട്സ് നമ്മൾ എഴുതുക. ആ പ്രൊജക്ട്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഓൾറെഡി ക്വസ്റ്റ്യന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ആദ്യത്തത് 10 lakh ആണ്, പിന്നത്തത് 19 lakh, പിന്നത്തത് 11 lakh 40, പിന്നത്തത് 20 lakh. ഓക്കെ, അങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്താൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, NPV കിട്ടും. ഓക്കെ, നമ്മൾ എന്തിൻ്റെ ബേസിലാണ്, NPVൻ്റെ ബേസിൽ, നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോൻ്റെ ബേസിലല്ല നോക്കുക, NPVൻ്റെ ബേസിലാണ് നമ്മൾ നോക്കുകയെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ NPV എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. NPV കണ്ടുപിടിച്ചു, 2 lakh, 4 lakh, 4 lakh 40, 7 lakh നമുക്ക് കിട്ടി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, NPV കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ആണ് നമുക്ക് മെയിനായിട്ട്. ഇത് ഈ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിവിസിബിൾ പ്രൊജക്ട്സിൽ നമ്മൾ എന്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനെയാണ് കൺസിഡർ ചെയ്യുക. ഇൻഡിവിസിബിൾ പ്രൊജക്ട്സ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, NPVനെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ 2 പ്രൊജക്ട്സ് ഉള്ളതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും കണ്ടുപിടിക്കണം. NPV കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും കണ്ടുപിടിക്കണം. അപ്പോൾ NPV ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 2 lakh ഫസ്റ്റ് കേസിൽ. അപ്പം ഫസ്റ്റ് കേസിൻ്റെ എന്തെടുക്കുക, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെയാണ് എടുക്കുക, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്
ഈക്വൽ ടു 10 lakh ഡിവൈഡഡ് ബൈ 8 lakh വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്താൽ 1.25. അതുപോലെ തന്നെ ഓരോ ഇയേഴ്സിലും നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് പിന്നെ NPV റാങ്കിങ്ങും പ്രോഫിറ്റബിൾ ഇൻഡെക്സിൽ റാങ്കിങ്ങും കൊടുക്കുക. അതായത് ഏതാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതലുള്ളതിനാണ് എന്ത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പം NPV ബേസിൽ നിങ്ങൾ നോക്കുക, ഏതാണ് ഏറ്റവും കൂടുതൽ NPV ഉള്ളത്, 7 lakh ആണ്. അത് പ്രൊജക്റ്റ് 4 ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, റാങ്ക് 1 കൊടുത്തു. അതുപോലെ തന്നെ പിന്നുള്ളത് 4,40,000 ആണ്, അതിന് 2 കൊടുത്തു. പിന്നെ 4 lakh ആണ്, 3 കൊടുത്തു. പിന്നെ 4 lakh ആണ്, പിന്നെ 2 lakh ആണ്, അത് 4 കൊടുത്തു. ഓക്കെ, പിന്നീടുള്ളത് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് റാങ്കിങ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിൽ റാങ്കിങ് ചെയ്യാണ്. അപ്പോൾ അതിൽ ഏതിനാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഏതിനാണ് കൂടുതൽ, 1.6285 ഉണ്ട്, ഇതാണ് കൂടുതൽ. അപ്പം 1 കൊടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് ഏതാണ്, 1.5 ഉണ്ട്, അപ്പോൾ അത് 2 കൊടുത്തു. അങ്ങനെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിലും എന്ത് ചെയ്യുക, റാങ്ക് ചെയ്യുക. അപ്പം ഓൾറെഡി ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ NPV ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് പ്രിഫേർഡ് ഫോർ ക്യാപിറ്റൽ റാഷനിങ് ഓർ ഡിവിസിബിൾ പ്രൊജക്ട്സ്. ഉണ്ടോ, ഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സിന് എപ്പോഴും എന്തായിരിക്കും, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, വെൻ പ്രൊജക്ട്സ് ആർ ഡിവിസിബിൾ പാർഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ അലോഡ്. നമ്മൾ ഓരോ പ്രൊജക്ട്സിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റാങ്കിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റാങ്കിങ്ങിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മളെ ടോട്ടൽ എമൗണ്ട് എത്രയാണുള്ളത്, ടോട്ടൽ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളത് 13 lakh ആണ്. അപ്പോൾ ആ 30 lakh നമുക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിൽ ഫസ്റ്റ് ഏതാണ്, 4,40,000 വരുന്ന, അതായത് എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, 7 lakh ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഓക്കെ, 7 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന 40 lakh നമ്മളെടുത്തു. പിന്നീട് ഏതാണ് സെക്കൻഡ് വരുന്നത്, 13 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്, അതും നമ്മൾ എടുക്കുക. തേർഡ് വരുന്നത് 15 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതാണ്. 15 lakh ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ, എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ബാക്കി എത്ര ഉണ്ടാവുള്ളൂ, 10 lakh ഉണ്ടാവുള്ളൂ. 30 lakh ആണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ 10 lakh എന്ത് ചെയ്യുക, നമ്മൾ ആ 15 lakh പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. 15 lakh പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നിൽ കിട്ടുന്ന റിട്ടേൺ എങ്ങനെയായിരിക്കും, കണ്ടോ, ആദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഫുൾ NPV ഉണ്ടാവും. അതുപോലെ തന്നെ സെക്കൻഡ് കേസിലും ഫുൾ NPV ഉണ്ടാവും. തേർഡ് കേസിൽ, അതായത് പാർഷ്യലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് അവിടെയുള്ള ടോട്ടൽ NPV എത്രയാണ്, 15 lakh പ്രൊജക്റ്റിൽ ടോട്ടൽ ആയിട്ടുള്ള NPV എന്ന് പറയുന്നത് 4 lakh ആണ്. അപ്പോൾ ആ 4 lakh പാർഷ്യലായിട്ട് 10 lakh ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്, ടോട്ടൽ 15 lakh ഉണ്ട്. അപ്പം ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ, അതായത് 4 lakh ഇൻറ്റു 10 lakh ഡിവൈഡഡ് ബൈ 15 lakh ഈക്വൽ ടു 2,66,667 വരും. അപ്പോൾ ഇത്രയും എമൗണ്ടാണ് എന്തെന്ന് പറയുന്നത്, പ്രൊജക്റ്റ് 2 അല്ലെങ്കിൽ നമ്മുടെ ആ പാർഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റിലേക്ക് നമുക്ക് NPV ആയിട്ട് തിരിച്ച് കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എത്രയാണ് NPVയും ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്, ടോട്ടലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 30 lakh ആണ്. അതുപോലെ തന്നെ ടോട്ടലായിട്ടുള്ള പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള NPV എന്ന് പറയുന്നത് 14,06,667 ആണ്. ഓക്കെ, ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം പ്രൊജക്ട്സ് ആർ ഡിവിസിബിൾ ആകുമ്പം സിമ്പിളാണ് ചെയ്യാൻ. ഓക്കെ, ഇനി പ്രൊജക്ട്സ് ആർ നോട്ട് ഡിവിസിബിൾ അല്ലാത്ത കേസിൽ വരുമ്പം, ഇപ്പം നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് വെൻ പ്രൊജക്ട്സ് ആർ നോട്ട് ഡിവിസിബിൾ. പ്രൊജക്ട്സ് ഡിവിസിബിൾ അല്ലാത്ത കേസിൽ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പം ഇതിൽ എന്തുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ശരിയായിട്ടുള്ള ആൻസർ, ICI കൊടുത്തിട്ടുള്ള ആൻസർ കുറച്ച് റോങ് ആണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് ശരിയായിട്ടുള്ള ആൻസർ എന്താണെന്ന് നോക്കാം, പിന്നെ ICIൻ്റെ ആൻസറും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ്, പാർഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് അല്ല. ഓക്കെ, പാർഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രൊജക്ട്സ് ഏറ്റവും NPV കൂടുതൽ, NPV ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. NPV കൂടുതൽ ഉള്ളത്, NPV ഹയർ ആയിട്ടുള്ളതായിരിക്കും നമുക്ക് എടുക്കേണ്ടി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുന്നതിനെ കൊണ്ട് കാര്യമില്ല. കാരണം
ഏറ്റവും കൂടുതൽ NPV നമുക്ക് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. മറ്റൊരു എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് 30 ലാക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ മാക്സിമം നമുക്ക് റിട്ടേൺ കിട്ടുക പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോഴാണ്. അപ്പോൾ അതിനെ കൊണ്ടാണ് നമ്മൾ അവിടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കുന്നത്. ഇവിടെ NPV ആണ് നമ്മൾ നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഒരു പ്രൊജക്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ആ NPVൻ്റെ റാങ്കിങ്ങിൽ ഒരു 2 റൺ എടുത്ത് അങ്ങനെ ചെയ്യലല്ല. ഒരു 2-3 കോമ്പിനേഷൻ നമ്മൾ നോക്കിയിട്ട് അതിലേറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏതാണോ അതാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പിനേഷൻ നോക്കണം. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, നേരെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് നോക്കി അതുപോലെ തന്നെ ആ റാങ്കിങ് വെച്ചിട്ട് ചെയ്തു. അത് സിമ്പിളാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2-3 പ്രൊജക്ട്സ് 2-3 കോമ്പിനേഷൻസ് വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് പ്രൊജക്ട്സ് ഏതൊക്കെയാണ്. നമ്മുടെ കയ്യിൽ ടോട്ടൽ ഫണ്ട് എത്രയാണുള്ളത്? ഫണ്ട് ഉള്ളത് 30 ലാക്കാണ്. അപ്പോൾ ആ 30 ലാക്ക് വരുന്ന രീതിയിൽ 30 ലാക്കിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന ഏതാണ്? 8 ലാക്ക്, 15 ലാക്ക്, 7 ലാക്ക്. 3 കൂടി കൂട്ടിയാൽ എത്രയാണ്? ഇത് 3 കൂടി കൂട്ടിയാൽ 30 ലാക്കാണ് വരിക. ഓക്കെ. നമുക്ക് 30 ലാക്ക് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു വഴിയാണിത്. ഇത് കറക്റ്റ് 30 ലാക്ക് വരുന്ന പ്രൊജക്റ്റ് 1, 2, 3 എന്ന് പറഞ്ഞാൽ അത് 3 കൂടി കൂട്ടിയാൽ 30 ലാക്കാണ്. അപ്പോൾ 30 ലാക്ക് നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷനിൽ നമുക്ക് എത്ര NPV വരുന്നത് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് 8 ലാക്ക്, 15 ലാക്ക്, 7 ലാക്ക് ഈക്വൽ ടു 30 ലാക്ക്. 30 ലാക്കാണ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് വരുന്നത്. ഇനി അതിൻ്റെ NPV എങ്ങനെയാണ്? NPV ഓൾറെഡി അതിൽ തന്ന് കൊടുത്തിട്ടുണ്ട്. എത്രയാണ് NPV? ഫസ്റ്റ് കേസിൽ 2 ലാക്കാണ്, സെക്കൻഡ് കേസിൽ 4 ലാക്കാണ്, തേർഡ് കേസിൽ 4,40,000 ആണ്. ഓക്കെ. അപ്പോൾ എത്ര വരുന്നത്? 2 ലാക്ക്, 2 ലാക്കും 4 ലാക്കും 6 ലാക്ക്, 6 ലാക്കും 4,40,000, 10,40,000 ആണ് എത്ര വരുന്നത്? നമ്മുടെ NPV വരുന്നത്. ഫസ്റ്റ് നമ്മുടെ കോമ്പിനേഷനിൽ അത്രയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു കോമ്പിനേഷൻ നോക്കി. ഇനി രണ്ടാമത്തെ കോമ്പിനേഷൻ നമുക്ക് നോക്കണം. അതേതാണ്? ഇപ്പോൾ ഇതിൽ NPV കൂടുതൽ, NPVൻ്റെ റാങ്കിങ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ NPV ഉള്ളത് 7 ലാക്ക്, സെക്കൻഡ് ഉള്ളത് 4,40,000. ഇത് രണ്ടും വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് രണ്ടും വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ 3ാമതാണ് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും കോമ്പിനേഷൻ എടുക്കാം. നിങ്ങളൊരു കോമ്പിനേഷൻ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന ഏതാണോ അത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റ് 2ഉം 4ഉം ഞാൻ എന്ത് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കി. പ്രൊജക്റ്റ് 2ഉം പ്രൊജക്റ്റ് 2 എത്ര ഉണ്ട്? 4 ലാക്ക് ഉണ്ട് അതിന് NPV. അതുപോലെ തന്നെ പ്രൊജക്റ്റ് 4ന് എത്ര ഉണ്ട്? 7 ലാക്ക് ഉണ്ട് NPV. ഓക്കെ. അപ്പോൾ അത് കൂടി രണ്ടും കൂടി കൂട്ടിയാൽ 11 ലാക്ക് NPV വരുന്നുണ്ട്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്രയാണ്? 15 ലാക്കും ഉണ്ട്, അതുപോലെ തന്നെ 13 ലാക്കും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ 28 ലാക്കാണ് വരിക. അപ്പോൾ അതും എന്താണ്, എനിക്ക് തോന്നുന്ന നല്ല പ്രൊജക്റ്റാണെന്ന് ഞാൻ തോന്നുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫണ്ട് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാത്ത കേസിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് 2ഉം 4ഉം ആണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 13 ലാക്കും 15 ലാക്കുമാണ് വരിക. അപ്പോൾ 28 ലാക്കാണ് എന്ത് വരിക? നമ്മൾക്ക് ഫണ്ട് റിക്വയർഡ് വരിക. ഇത്രയും ഫണ്ടായിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ട് വരിക. അപ്പോൾ അതിൽ നിന്നുള്ള NPV എത്രയാണ്? 4 ലാക്ക് ഉണ്ട്, അതുപോലെ തന്നെ 7 ലാക്ക് ഉണ്ട്. അത് നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 30 ലാക്ക് ഉള്ളതിൽ അതിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് 28 ലാക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള 2 ലാക്ക് ഇല്ലേ, ഈ 2 ലാക്ക് ഐഡിയൽ ഫണ്ടായിട്ട് അവിടെ കിടക്കുകയാണ്. ഐഡിയൽ ഫണ്ട്, അതായത് നമ്മളൊന്നും യൂസ് ചെയ്യാതെ അവിടെ വെച്ചേക്കുകയാണ്. അപ്പോൾ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്ന ആ പൈസ നമ്മളിപ്പോൾ ഇന്ന് വെച്ച് അത് ഒരു 5 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ആ 2 ലാക്കിൻ്റെ വാല്യൂ കിട്ടുമോ? നമ്മൾ പ്രസൻറ്റ് വാല്യൂവും അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ ഒക്കെ പഠിക്കുന്നതല്ലേ. നിങ്ങൾ പറ, ഇന്ന് 2 ലാക്ക് വെച്ചിട്ട് അതേ പൈസ നമ്മൾ അടക്കാതെ ഒരു അലമാരി കൊണ്ട് വെച്ചാൽ അത് 5 കൊല്ലം കഴിഞ്ഞാൽ അത് നമുക്ക് 2 ലാക്ക് തന്നെ കിട്ടുള്ളൂ. ആ 2 ലാക്കിന് ഇപ്പോഴത്തെ 2 ലാക്കിൻ്റെ വില അന്നും ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അന്നും നമുക്ക്, അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാത്ത എമൗണ്ട് നമുക്ക് എത്ര 2 ലാക്ക് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ അന്നത്തെ വാല്യൂ എത്രയെന്ന് നമുക്ക് നോക്കണം. അതായത് ഇതിൻ്റെ പ്രസൻറ്റ് ഈ 2 ലാക്ക് നമുക്ക് 5th ഇയറിൽ നമുക്ക് 2 ലാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ലാക്ക് നമ്മൾ 5th ഇയറിൽ കിട്ടുന്ന പോലെ കൺസിഡർ ചെയ്തിട്ട് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പ്രസൻറ്റ് വാല്യൂ അല്ല, ഇതിൻ്റെ NPV നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത്
നമുക്ക് ഇതിൽ നിന്ന് റിട്ടേൺ അല്ല കിട്ടുക, റിട്ടേൺ നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ആ 2 lakh അവിടെ ഐഡിയലായിട്ട് വെച്ചതിനെ കൊണ്ട് നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക. നോർമലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ 2 lakh തന്നെ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ വെച്ചിട്ട് അത് വെച്ച് ഡിസ്കൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഒരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ് ഇത് കണ്ടില്ലേ, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് 10%. 10% ആണ് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. അതുപോലെ തന്നെ കമ്പ്യൂട്ട് സം ഓഫ് 1 at 10% ഫോർ 5 years എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഇതെന്തിനാണ് തന്നിട്ടുള്ളത്, ഇതും നമുക്ക് തന്നിട്ടുള്ളത് അത് ഞാൻ ഓൾറെഡി മുകളിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഐഡിയൽ ഫണ്ടിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ എമൗണ്ട് നമുക്ക് എന്തായി കിട്ടും, അത്രയും എമൗണ്ട് നമ്മൾ ഈ ഇൻട്രസ്റ്റ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള ആ ഫാക്ടറാണ് എന്ത് പറയാം, ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എന്നൊക്കെ പറയാം. ആ ഒരു ഫാക്ടറാണ് എന്ത് at 10% ഫോർ 5 years എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഞാനിപ്പോൾ പറയുന്ന ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ 2 lakh നമ്മുടെ ഈ 2 lakh ശരിക്കും ഈ 2 lakh ആണ് നമുക്ക് 5th ഇയറിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇപ്പം ബാങ്ക് റേറ്റ് നമുക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അതെന്താവും, ആ 2 lakh നമുക്ക് പിന്നീട് ഒരു 5 years കഴിഞ്ഞ് നോക്കുമ്പോൾ 2 lakh തന്നെ ആയിരിക്കും. അപ്പോൾ 2 lakh നമ്മൾ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വളരെ വാല്യൂ കുറവായിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ വാല്യൂ കുറഞ്ഞതെന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, ഞാനൊരു എക്സാമ്പിളിന് ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ചിലപ്പോൾ വരിക എത്ര ആയിരിക്കും എന്ന് വെച്ചാൽ 1,10,000 ആ സംതിങ് ഒക്കെ ആയിരിക്കും ക്യാഷ് ഫ്ലോ ഉണ്ടാവുക പ്രസൻറ്റ് വാല്യൂ എടുത്ത് നോക്കിയാൽ. ഇവിടെ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്, 2 lakh ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. അതായത് നമ്മൾ 0th ഇയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ആയിരുന്നു, 2 lakh ആയിരുന്നു. ഇപ്പോഴും അതിന് എത്രയാണ്, 2 lakh തന്നെയാണ് വാല്യൂ. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ നോക്കുമ്പോൾ 1,10,000 വരുന്നുള്ളൂ. അപ്പോൾ അത് ലെസ് ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്, 90,000 ലോസാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇത്രയും ലോസ് ഉണ്ടാവേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, നമ്മൾ വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, ബട്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. അത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അസ്യൂം ചെയ്യാണ് അത് എന്തായാലും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പം ആ റിട്ടേൺ ഫ്രം 2 lakh നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, റിട്ടേൺ ഫ്രം 2 lakh ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു 2 lakh ഇൻറ്റു 1.611. 1.611 എന്ന് പറഞ്ഞാൽ 1.1/5 ആണ് 1.611 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, P ഇൻറ്റു 1+R/n അല്ലേ. അതിൽ 1+R എത്രയാണ്, 10% ആണ്. 10% n എത്രയാണ്, 5% ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ആ ഒരു നമ്മുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഫാക്ടർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഈ 1.611 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 3,22,200 എന്ന് കിട്ടും. അപ്പോൾ ഈ 3,22,200 എത്രയാണ്, 5th ഇയറിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ അതായത് 0th ഇയറിലേക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഏത് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 12% ആണ്. ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, ഡിസ്കൗണ്ടിങ് ഫാക്ടർ ആയിട്ട് എടുക്കുക. ഓക്കെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് 12% എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ് പ്രസൻറ്റ് വാല്യൂ വരുന്നത്, 3,22,000 ഇൻറ്റു പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് 5th ഇയറിൻ്റെത്. അപ്പോൾ അത് വെച്ച് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3,22,200 ഇൻറ്റു 0.567 ഈക്വൽ ടു 182,687.4. ഇത്രയാണ് നമുക്ക് എത്ര വരുന്നത്, പ്രസൻറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റ് വാല്യൂ നമുക്ക് 182,687.4 ആണ് 5th ഇയറിൽ നമുക്ക് കിട്ടുന്നത്. ബട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതായത് 0th ഇയറിൽ നമ്മൾ എത്ര മുടക്കിയിട്ടുണ്ട്, 2 lakh മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ 2 lakhൻ്റെ ബാക്കിയുള്ള എമൗണ്ട്, അതായത് ആ 2 lakh മൈനസ് 1,82,687 എന്താണ്, നമുക്ക് ലോസാണ്. അപ്പോൾ ആ ഒരു ലോസ് NPV എന്നുള്ള ആ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ലോസ് ഒരു 90,000 ആ റേഞ്ചിലേക്കൊക്കെ എത്തുമായിരുന്നു. എന്തുകൊണ്ട്,
കാരണം നമ്മൾക്ക് ഓൾറെഡി എന്താ പറയുക, ഒരു വാല്യൂ 2 lakh മാത്രമായിരുന്നു നമ്മുടെ വാല്യൂ എന്ന് വെച്ചാൽ അത്രയും എമൗണ്ട് വലിയൊരു ലോസ് നമുക്ക് വന്നിരുന്നു. അപ്പം അത് അത്രയും വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ആ അത്രയും എമൗണ്ടിൻ്റെ ലോസ് വരാത്തത് നമുക്കൊരു 10% റിട്ടേൺ എങ്കിലും എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക റിസ്ക് ഫ്രീ റേറ്റ് ആയിട്ടുള്ള 10% നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ആണ് ആ ഒരു എന്ത് പറയുന്നത്, ആ ഒരു ലോസ് വരുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. NPV എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത എമൗണ്ടിൽ എങ്ങനെയാണ് ലോസ് വരിക എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ആ ഇന്നത്തെ വാല്യൂ ആയിരിക്കില്ല നാളത്തെ അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോഴുള്ള വാല്യൂ എന്ന് നമ്മൾ ഓൾറെഡി കുറേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ NPV കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതും ക്യാഷ് ഫ്ലോൻ്റെ കൂടെ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ NPVൻ്റെ കൂടെ കൺസിഡർ ചെയ്യണം. നെറ്റ് NPV ഫ്രം ദിസ് പ്രൊജക്റ്റ് ഈക്വൽ ടു 4 lakh ഉണ്ട്, 7 lakh ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക, മൈനസ് 17,312.6 ഈക്വൽ ടു 10,82,687.4 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആ സെക്കൻഡ് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ക്യാഷ് ഫ്ലോ. ഇനിയും ഒരു ഇതും കൂടി നമുക്ക് എടുത്തു നോക്കാം. ഏത്, ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം, അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ എടുക്കാം, പിന്നെ എന്തെടുക്കാം, തേർഡ് ഓപ്ഷനും കൂടി എടുക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം, അതുപോലെ തന്നെ തേർഡ് ഓപ്ഷൻ എടുക്കാം, ഫോർത്ത് ഓപ്ഷൻ എടുക്കാം. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ എത്ര വരുന്നത്, 8 lakh, 7 lakh, 13 lakh. 7 lakh 13 lakh, 20 lakh, 20 lakh 8 lakh, 28 lakh ആണ് വരുന്നത്. ഇപ്പോൾ 28 lakhൻ്റെ ക്യാഷ് ഫ്ലോ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ NPV നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം പ്രൊജക്റ്റ് നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് 3 and 4, പ്രൊജക്റ്റ് 1ഉം കൂടി ആഡ് ചെയ്യാം. ഞാൻ 1 ആഡ് ചെയ്തിട്ടില്ല. അപ്പം 1, 3 and 4, 1ഉം 3ഉം 4ഉം കൂടിയുള്ള ഒരു ഓപ്ഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ 7 lakh അതുപോലെ തന്നെ 13 lakh പ്ലസ് 8 lakh ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് റിക്വയർഡ് ആയിട്ട് വരുന്നത്. അതിൽ NPV എത്രയാണ്, 4,40,000 ഉണ്ട്, അതുപോലെ തന്നെ 7 lakh ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എത്ര ഉണ്ട്, ഫസ്റ്റത്തെ പ്രൊജക്റ്റിൻ്റെ NPV എത്രയാണ്, 2 lakh ആണ്. അപ്പോൾ ആ 2 lakh കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 lakh കൂടി ആഡ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഒരു ബാലൻസ് എമൗണ്ട് ഉണ്ട്. ആ ബാലൻസ് എമൗണ്ടിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാലൻസ് എമൗണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് കിട്ടും, അതിൻ്റെ മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടും. ഓക്കെ, 2 lakh ആണ് ഉണ്ടാവുക. അപ്പോൾ 2 lakh ഉണ്ടാകുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ വാല്യൂ തന്നെ ആയിരിക്കും നമുക്ക് വരിക. റിട്ടേൺ ഫ്രം 2 lakh. റിട്ടേൺ ഫ്രം 2 lakh എത്രയാണ് വരുന്നത്, 2 lakh നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, നമ്മൾ 2 lakhനെ ഇൻറ്റു 1.611 ചെയ്തു. അതായത് 1.611 എന്താണ്, നമ്മൾ ആ ഇൻട്രസ്റ്റിൻ്റെ ആ ഒരു ഫാക്ടറാണ്. ആ ഇൻട്രസ്റ്റിൻ്റെ ഫാക്ടർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 5th ഇയറിൻ്റെ ക്യാഷ് ഫ്ലോ കിട്ടി. ആ 5th ഇയറിൻ്റെ ക്യാഷ് ഫ്ലോനെ നമ്മൾ എന്ത് ചെയ്തു, 12% വെച്ച് ഡിസ്കൗണ്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 182,687 എന്ന് കിട്ടി. അതിൽ നിന്ന് NPV മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 17,312 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു എമൗണ്ട് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള എന്തായിരുന്നു എന്ന് വെച്ചാൽ 2 ക്യാഷ് ഫ്ലോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. 3ഉം 4ഉം മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള 10 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പോലെ ആയിരുന്നു കണക്കാക്കിയിരുന്നത്. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ ഫണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതി നോക്കിയിട്ട് വേണം ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ.
അപ്പോൾ ഞാനൊരു ഓപ്ഷൻ നോക്കുമ്പോൾ, അതായത് പ്രൊജക്റ്റ് 1-ൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൊജക്റ്റ് 3-ൽ ഇൻവെസ്റ്റ് ചെയ്യുക, പ്രൊജക്റ്റ് 4-ൽ, ഇത് മൂന്നിലും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് 28 ലാക്കേ ആവുന്നുള്ളൂ. അപ്പം ഞാൻ ഇതേ സ്ഥാനത്ത് തന്നെ പ്രൊജക്റ്റ് 3-യും പ്രൊജക്റ്റ് 4 മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഞാൻ ബാങ്കിലേക്ക് ഇട്ടാൽ എനിക്ക് അവിടുന്ന് 10% റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷേ ഇവിടെ NPV ആയിട്ട് തന്നെ എത്ര കിട്ടുന്നുണ്ട്? ആ 2 ലാക്ക് എമൗണ്ട് ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ബാങ്കിലിടുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഇത്ര റിട്ടേൺ കിട്ടില്ല. അപ്പം മാക്സിമം എമൗണ്ട് നമുക്ക് പ്രൊജക്റ്റിൽ നിന്ന് തന്നെ കിട്ടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കണം. എന്നിട്ടേ ബാക്കി നമ്മൾ റിസ്ക് ഫ്രീ റിട്ടേണിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എടുക്കുമ്പോൾ എപ്പോഴും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ എടുത്ത ആ കോമ്പിനേഷൻ നോക്കുമ്പം എങ്ങനെയാണ് ഇത് വരുന്നത്? 1, 3-യും 4-ഉം വരുമ്പം 7 ലാക്കും 13 ലാക്കും, അപ്പോൾ 28 ലാക്ക്. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ എടുക്കുമ്പോൾ 4,40,000-ഉം 7 ലാക്കും, 4,40,000 പ്ലസ് 4,40,000 പ്ലസ് 7 ലാക്ക് പ്ലസ് 2 ലാക്ക് പ്ലസ് 2 ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ 13,70,000 വരുന്നുണ്ട്. 13,70,000 NPV ഈക്വൽ ടു 30,40,000 മൈനസ് 17,312.6, 17,312.6 ഈക്വൽ ടു 13,22,687.4. ഇത്രയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത് മനസ്സിലായോ? അതായത് നമ്മൾ ഓൾറെഡി ഉള്ള എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന NPV എടുക്കുക. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ 7 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 13 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 8 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ NPV എത്രയാണ്? 4,40,000 ഉണ്ട്, 7 ലാക്ക് ഉണ്ട്, 2 ലാക്ക് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും നമ്മൾ എടുക്കുക. ബാക്കിയുള്ള ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 5th ഇയറിൽ നമുക്ക് കിട്ടുന്ന ക്യാഷ് ഫ്ലോ എത്രയാണോ അതെടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? 12%, അതായത് നമ്മൾ എത്രയാണോ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നത് അല്ലെങ്കിൽ എത്രയാണോ ഡിസ്കൗണ്ടിങ് ഫാക്ടർ വരുന്നത്, ആ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ വെച്ചിട്ട് അതിൻ്റെ NPV കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ എല്ലാ NPVയും കൂടി ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ ഏത് ഓപ്ഷനിലാണോ ഏറ്റവും കൂടുതൽ നമുക്ക് NPV കിട്ടുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഏതാണ് ഏറ്റവും നല്ല ഓപ്ഷന്? ഇവിടെ നമ്മൾ നോക്കുമ്പം ആദ്യത്തെ ഇതിൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന NPV എന്ന് പറയുന്നത് 10,40,000 ആണ്. ഓക്കെ, 10,40,000 ആണ് നമുക്ക് ആദ്യത്തെ കേസിൽ കിട്ടുന്ന NPV എന്ന് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്ന NPV എന്ന് പറയുന്നത് 10,82,687 ആണ്. ഓക്കെ, അതാണ് സെക്കൻഡ് കേസ് കിട്ടുന്നത്. ഈ തേർഡ് കേസിൽ എത്രയാണ് കിട്ടുന്നത്? 13,22,687 ആണ്. അപ്പോൾ ഈ തേർഡ് ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്ഷൻ 3 ഹാസ് മോർ NPV, സോ പ്രൊജക്റ്റ് 1, 3 and 4 ടു ബി ടേക്കൺ. 1ഉം 3യും 4ഉം ടേക്ക് ചെയ്യണം. ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായി? ഈ ഒരു റിട്ടേൺ, ഹയസ്റ്റ് റിട്ടേൺ അവിടെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യാനുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇല്ല, നമ്മളെല്ലാ ഓപ്ഷൻസും ചെയ്ത് കഴിഞ്ഞു. അതായത് നിങ്ങൾ ഈ ഇൻഡിവിസിബിൾ ആയ, അതായത് പ്രൊജക്റ്റ് ഡിവിസിബിൾ അല്ലാത്ത കേസിലാണ് ഈ ഓപ്ഷൻസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത്. ഈ ക്വസ്റ്റ്യന് എക്സാമിന് വല്ലപ്പോഴേ ചോദിക്കാറുള്ളൂ. ബട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്റ്റക്കായി പോരുത്. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മളെല്ലാ കോൺസെപ്റ്റ്സും പഠിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അതിൽ 8 ലാക്ക്, അതുപോലെ തന്നെ 8 ലാക്ക്, 15 ലാക്ക്, 7 ലാക്ക്, ഇത് മൂന്നും എടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷനായിട്ട് നമ്മളെടുത്തത് 15 ലാക്ക്, അതുപോലെ തന്നെ 7 ലാക്ക്, ഇത് രണ്ടുമേ പോവുള്ളൂ. അപ്പോൾ അതിന് എത്രയായി?
28 ലാക്കായി. അപ്പോൾ അതിലേക്ക് പിന്നെ പോകില്ല. പിന്നെ നമ്മളെടുത്തത് 8 ലാക്ക്, 7 ലാക്ക്, 13 ലാക്ക്, ഈ 3 ഓപ്ഷൻസ് നമ്മൾ എടുത്ത് നോക്കി. അപ്പോൾ അതിലെത്രയാണ് വരുന്നത്? 8ഉം 7ഉം 13ഉം. അതാണ് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ട് എടുക്കുന്നത്. ഇതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 15ഉം 18ഉം 7ഉം പിന്നെ ബാക്കി നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ബാക്കി എല്ലാ ഓപ്ഷൻസും, അതായത് നിങ്ങളൊരു 4 പ്രൊജക്റ്റുകൾ വെച്ചെങ്കിൽ ഒരു 3 ഓപ്ഷൻസ് ഒക്കെ ചെയ്ത് നോക്കാൻ ഉണ്ടാവുള്ളൂ. 3 അല്ലെങ്കിൽ ഏറെ 4 ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കോമ്പിനേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ NPV കിട്ടുന്ന ഏതാണോ ആ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ശരിയായ മെത്തേഡ് വരുന്നത്. പിന്നെ നിങ്ങൾ ICI ചെയ്ത് എന്തായിരുന്നു വെച്ചാൽ, ഫസ്റ്റ് തന്നെ ICI ചെയ്ത മെത്തേഡിൽ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം എടുത്ത ആ ക്യാഷ് ഫ്ലോ ഇല്ലേ, ഇതുപോലെ തന്നെ, അതായത് PI ബേസിൽ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ബേസിൽ നമ്മൾ എടുത്ത ഈ ക്യാഷ് ഫ്ലോനെ പോലെ തന്നെ എന്ത് ചെയ്തു, ആദ്യം 7 ലാക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ 13 ലാക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ബാക്കിയുള്ള പാർഷ്യലായിട്ടുള്ള ഈ 10 ലാക്കിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ 10 ലാക്ക് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനെ കൊണ്ട് ഇതിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാങ്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ബാങ്കിൽ അറ്റ് 10% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ചെയ്തിട്ടുള്ളത് ICIൻ്റെ ക്വസ്റ്റ്യനിൽ. എന്നിട്ട് അങ്ങനെ ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? അതായത് 10 ലാക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ലാക്കിനെ നമ്മൾ 5th ഇയറിലേക്ക് 16 ലാക്ക് 11,000 ആവും. അതായത് ഇതാണ് നമ്മുടെ 5 ഇയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഫാക്ടർ, അല്ലെങ്കിൽ എന്താ പറയുക, ഫ്യൂച്ചർ വാല്യൂ ഫാക്ടർ എന്നൊക്കെ പറയാം. ആ ഒരു ഫാക്ടർ ഇതാണ്. അപ്പോൾ ആ 16 ലാക്ക് 11,000 എടുത്തിട്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉണ്ട്? 16 ലാക്ക് 11,000 ഇൻറ്റു 0.567 എടുത്താൽ 9,13,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ വരുന്നത്. അതിൽ NPV കിട്ടണമെങ്കിൽ NPV ആ 10 ലാക്കിൽ നിന്ന് എന്ത് ചെയ്യുക? 9,13,000 437 മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പം മൈനസ് ആയിട്ടുള്ള ഫിഗറാണ്, അതായത് നെഗറ്റീവാണ്. നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ 9,13,000 അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 10 ലാക്ക് ആണ്. അപ്പം നെഗറ്റീവായിട്ടുള്ള -86563 ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ശരിക്കും വരിക. പക്ഷെ ICI ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ റിട്ടേണിൽ ICI has considered the present value of the return portion only in exam. So the answer is different when you are doing the exam. Please try to give a note that what assumption you have made. അതായത് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളൊരു നോട്ട് കൊടുക്കുക. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്, അതായത് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ NPV കണ്ടുപിടിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ റിട്ടേൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് അല്ലാതെ ഈ ICI ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ICI വാല്യൂ ആദ്യം തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ 16 ലാക്ക് 11,000 ഇല്ലേ, 16 ലാക്ക് 11,000 ഡയറക്റ്റ് എന്ത് ചെയ്തു? 10 ലാക്ക് ലെസ് ചെയ്തു. ഈ 10 ലാക്ക് എങ്ങനെയാണ് ലെസ് ചെയ്യാൻ പറ്റുക? ഇത് നമുക്ക് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 16 ലാക്ക് 11,000 നേരെ 10 ലാക്ക് മൈനസ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോഴും ആ 10 ലാക്കിൻ്റെ വാല്യൂ ഉള്ളൂ എന്നാണ് അർത്ഥം. അങ്ങനെയല്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം ഇതിനെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. ഇത് പ്രസൻറ്റ് വാല്യൂയിലേക്ക് മാറ്റിയിട്ട് ഇതിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലെസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷേ ICI ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം 6,11,000 ആണ് നമുക്ക് റിട്ടേൺ വരുന്നത്. ഈ റിട്ടേണിനെ എന്താക്കിയെടുത്തു? ഈ റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട്, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേണിനെ എന്ത് ചെയ്തു? ഈ 6,11,000 ഡിസ്കൗണ്ടിങ് ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3,46,437 എന്ന് പറഞ്ഞിട്ടൊരു ആൻസർ കിട്ടി. അപ്പോൾ ഇതാണ് ICI എന്ത് കൊടുത്തിട്ടുള്ളത്? ആ ആൻസറിൽ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ആ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വെച്ചിട്ട് ചെയ്ത അതേപോലെ തന്നെ ചെയ്തു. അതായത് ഡിവിസിബിൾ പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്തു. പക്ഷേ ഡിവിസിബിൾ പ്രൊജക്റ്റിൽ നമുക്ക് ആ ലാസ്റ്റ് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി വേറെ ഏതെങ്കിലും പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ എന്ത് പറ്റില്ല? ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്ക് അല്ലെങ്കിൽ പോർഷനായിട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല.
കാരണം ഇത് ഒരു ഫുൾ എമൗണ്ട് ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനേ ഇവിടെ ഉള്ളൂ. അപ്പം IC എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ നമ്മൾ പ്രൊപ്പോഷനേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെ എടുത്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ ബാങ്കിലിട്ട പോലെ കൺസിഡർ ചെയ്തു. എന്നിട്ട് ആ ബാങ്കിലിട്ട എമൗണ്ട് നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ ആ റിട്ടേൺ കിട്ടി, അതായത് 16,11,000 ആയിരുന്നു നമുക്ക് 5th ഇയറിൽ കിട്ടിയിട്ടുള്ള വാല്യൂ. അതിൽ നിന്ന് എന്ത് ചെയ്തു, 10 lakh ഡയറക്റ്റ്ലി ലെസ് ചെയ്തു. അപ്പം 6,11,000 ആണ് നമുക്ക് റിട്ടേൺ കിട്ടിയത്. ഈ റിട്ടേണിന് പ്രസൻറ്റ് വാല്യൂ, ഈ റിട്ടേണിൻ്റെ പ്രസൻറ്റ് വാല്യൂ നേരെ അങ്ങോട്ട് എടുത്തു. അപ്പോൾ ഈ 10 lakh നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റ് വാല്യൂ കൺസിഡർ ചെയ്തില്ല. അതാണ് ICൻ്റെ ചെയ്തതിലുള്ള ഒരു മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എടുത്തു കഴിഞ്ഞപ്പം 3,46,437 കിട്ടി. അപ്പോൾ ഇതാണ് റിട്ടേൺ ആയിട്ട് IC എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ ആ കേസിൽ വരുമ്പോൾ ടോട്ടലായിട്ട് 14,86,437 എന്ന് പറഞ്ഞിട്ടാണ് എത്ര വരുന്നത്, NPV വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സാമിന് എഴുതുമ്പം ഒരു നോട്ട് കൊടുക്കുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ എപ്പോഴും ഇങ്ങനെ ഇതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ NPVൻ്റെ ബേസ് ചെയ്തിട്ട് അതിൽ ഒരു 2-3 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 2-3 ഓപ്ഷൻസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ NPV ഏതിനാണോ വരുന്നത് ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതെല്ലാം വരുന്നത് ഡിവിസിബിൾ അല്ലാത്ത പ്രൊജക്റ്റിൻ്റെ കേസിലാണ്. ഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കേസിൽ നിങ്ങളൊന്നും നോക്കണ്ട, നേരെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എത്രയാണോ ആ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൻ്റെ ബേസിൽ റാങ്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് അതായത് റാങ്കിങ്ങുകളുടെ ബേസിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, അടുത്ത പ്രൊജക്റ്റിലേക്ക് പ്രൊപ്പോഷനേറ്റ് ചെയ്തിട്ട്, അത് ഓരോ റാങ്ക് അനുസരിച്ച് ബാക്കിയുള്ള ബാലൻസ് ഉള്ള പ്രൊജക്റ്റിലേക്ക് പ്രൊപ്പോഷനേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിന് കിട്ടുന്ന റിട്ടേണിനെ പ്രൊപ്പോഷനേറ്റ് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഏറ്റവും ഒപ്റ്റിമം ആയിട്ടുള്ള റിട്ടേൺ അല്ലെങ്കിൽ മാക്സിമം റിട്ടേൺ അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് ഞാൻ പറയുന്നത്, ഇത് എപ്പോഴെങ്കിലുമൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളൂ. ബട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഇത് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞ ആ പ്രോസസ്സാണ്. അങ്ങനെ അത് നമ്മൾ 2 ഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ കേസിലും ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പ്രൊജക്ട്സിൻ്റെ കേസിലും നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.